ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിൻസ് ഓഫ് വാഗമൺ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്ന വിശുദ്ധ അൽഫോൻസാമയാണ്. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് വിശുദ്ധ അൽഫോൻസാമ. 1910 ഓഗസ്റ്റ് 10 മുട്ടത്തുപാടത്ത് ജോസഫിന്റെ മേരിയുടെ 4ാമത്തെ മകളെ അവൾ ജനിച്ചു. അന്നക്കുട്ടി എന്നറിയപ്പെട്ടിരുന്ന അൽഫോൻസ ചെറുപ്പത്തിലെ നന്മയുടെ ജീവിതമാണ് നയിച്ചത്. ഒരു ശിശുവിനെ പോലെ നിർമ്മലയാതെ വിശുദ്ധിയുടെ കിരീടം ലഭിക്കില്ലെന്ന് അവൾ നല്ലപോലെ മനസ്സിലാക്കിയിരുന്നു. ചെറുപ്പത്തിലെ അന്നക്കുട്ടിയെ ഏറെ സ്വാധീനം ചെയ്തത് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതമാണ്. ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട അന്നക്കുട്ടി മാതൃ സഹോദരി അന്നമ്മയുടെ സംരക്ഷണത്തിലാണ് വളർന്നത്. കൗമാര പ്രായത്തിലേക്ക് കടന്നപ്പോൾ അന്നക്കുട്ടി അതിസുന്ദരിയായി മാറി. തന്റെ സൗന്ദര്യമാണ് മഠത്തിൽ പ്രവേശിക്കാൻ തടസ്സമെന്ന് മനസ്സിലാക്കിയ അന്നക്കുട്ടി സൗന്ദര്യം നശിപ്പിക്കാൻ സ്വയം തീപ്പൊള്ളൽ ഏൽപ്പിച്ചു. 1928 ഓഗസ്റ്റ് 2 ഭരണങ്ങാനം ക്ലാര മഠത്തിൽ അന്നക്കുട്ടി പ്രവേശിച്ചു. അങ്ങനെ അന്നക്കുട്ടി അൽഫോൻസയായി. അൽഫോൻസായെ സംബന്ധിച്ച് രോഗങ്ങളുടെ കാലമായിരുന്നു പിന്നീട്. നാനാവിധ രോഗങ്ങൾ അൽഫോൻസായയുടെ അന്ത്യനിമിഷങ്ങൾ ദുരിതപൂർണമാക്കി. ഒടുവിൽ 1946 ജൂലൈ 28 അൽഫോൻസാമ ഭരണങ്ങാനം ഫ്രാൻസിസൻ ക്ലാരസ്റ്റ് മഠത്തിൽ വെച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1986 ഫെബ്രുവരി 8 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2008 ഒക്ടോബർ 12 ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമയെ പരിശുദ്ധയായി പ്രഖ്യാപിച്ചു. തന്റെ കഷ്ടപ്പാടുകൾ ദൈവത്തിന് ദാനമായി കാണുന്നവളായിരുന്നു വിശുദ്ധ അൽഫോൻസാമ. സഹനവും ത്യാഗവും ആവുന്ന കല്ലുകൾ കൊണ്ടാണ് സ്വർഗത്തിൽ നമുക്ക് മാളികൾ നിർമ്മിക്കുന്നതെന്ന് അൽഫോൻസാമ പറഞ്ഞിട്ടുണ്ടല്ലോ. അൽഫോൻസാമയെ പോലെ നമ്മുടെ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ശക്തി ലഭിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം.